നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ വീഡിയോസ് കാണുന്ന പല സുഹൃത്തുക്കളും ഇംഗ്ലീഷ് ഗ്രാമർ ആദ്യം മുതൽ അവസാനം വരെ വിശദമായിട്ട് കുറേ വീഡിയോസ് ആയിട്ട് ചെയ്യണം എന്ന് അഭിപ്രായം പറയുകയുണ്ടായി. അവരുടെ അഭ്യർത്ഥന മാനിച്ച് ഞാൻ ഇംഗ്ലീഷ് ഗ്രാമർ ആദ്യം മുതൽ ഫ്രം ദ ബിഗിനിങ്, ഫ്രം ബേസിക്സ് ടു ദ അഡ്വാൻസ്ഡ് ലെവൽ കുറേ എപ്പിസോഡുകളായിട്ട് വീഡിയോ ചെയ്ത് അപ്ലോഡ് ചെയ്യാമെന്ന് കരുതുന്നു. നിങ്ങൾ ഇതുവരെ എനിക്ക് തന്ന സഹകരണം തുടർന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ആദ്യം ഇംഗ്ലീഷ് ഗ്രാമർ ആദ്യം മുതൽ പഠിച്ചു തുടങ്ങുകയാണ്. ആദ്യം മുതൽ എന്ന് പറഞ്ഞാൽ അക്ഷരം മുതൽ തന്നെയാണ്. അപ്പോൾ ഇതുവരെ നമുക്ക് സ്കൂളിലോ കോളേജിലോ പോയി പഠിക്കാൻ സാധിക്കാത്തവർക്ക് പോലും മനസ്സിലാകുന്ന രീതിയിൽ ലഘുവായിട്ട് വളരെ സിമ്പിളായിട്ട് ഞാൻ പഠിപ്പിക്കാമെന്ന് കരുതുന്നുണ്ട്. അപ്പോൾ ആർക്കും മനസ്സിലാകുന്ന രീതിയിൽ എൻ്റെ ഒരു അഭ്യർത്ഥന, ഇംഗ്ലീഷ് ഗ്രാമറൊക്കെ കുറച്ച് അറിയാമെന്നുള്ളവർ ഈ വീഡിയോ കാണുന്നത് കൊണ്ട് അവർക്ക് വലിയ പ്രയോജനമൊന്നും ഉണ്ടാവുകയില്ല. അവർക്ക് കുറച്ച് കഴിഞ്ഞിട്ടുള്ള എപ്പിസോഡുകൾ കാണാം. അപ്പോൾ ഇതിപ്പോൾ ആദ്യം തീർത്തും അറിഞ്ഞുകൂടാത്തവരെ ഉദ്ദേശിച്ചാണ് ഞാൻ ആദ്യത്തെ ലക്കങ്ങൾ, ആദ്യത്തെ എപ്പിസോഡുകൾ ഞാൻ ചെയ്യുന്നത്. ദയവായി സഹകരിക്കുക. അപ്പോൾ നമുക്ക് ഇംഗ്ലീഷ് അക്ഷരമാല ആദ്യം പഠിക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ളതുപോലെ ഇംഗ്ലീഷ് ഭാഷയിൽ 26 അക്ഷരങ്ങളാണ് ഉള്ളത്. വലിയ അക്ഷരങ്ങളെന്നും ചെറിയ അക്ഷരങ്ങളെന്നും തിരിച്ചിട്ടുണ്ട്. അപ്പോൾ അവ നമുക്ക് ഒരരികിലെന്ന് പറഞ്ഞു പഠിക്കാം. കാരണം പലർക്കും ഇംഗ്ലീഷ് അക്ഷരങ്ങൾ ഉച്ചരിക്കുന്നതിൽ തെറ്റ് വരാറുണ്ട്. നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചു വന്നതിൽ ചില തെറ്റുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്തായാലും നമുക്ക് അക്ഷരങ്ങൾ എങ്ങനെയാണ് ഉച്ചരിക്കേണ്ടതെന്നുൾപ്പെടെ ഈ വീഡിയോയിൽ പഠിക്കാം. അപ്പോൾ 26 അക്ഷരങ്ങൾ ഒരരികിലെന്ന് നമുക്ക് പഠിക്കാം. എ, ഈ അക്ഷരം ഉച്ചരിക്കുന്ന എ എന്നല്ല, മലയാളത്തിലെ എ എന്നല്ല, എ. എ, ഒന്നാമത്തെ അക്ഷരം എ. ബി, സി, ഡി. ഈ ഡി ഉച്ചരിക്കുന്നത് ഡി, എടി, എടാ, എടി എന്നുള്ള ഡ അല്ല, ഡ, 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 ഡി, ഡി, ഡി. എ, ബി, സി, ഡി, ഇ, എഫ്, ജി, എച്ച്, എച്ച് അല്ല, എച്ച്, എച്ച്, ഐ, ജെ, ജെ, കെ, ക, കെ, കെ, കിങ്, കിങ്, കെ അല്ല, കെ, എൽ, എം, എൻ, ഓ അല്ല, പി, അതും പി അല്ല, പി, പി, ഹെൻ, ഹിൻ, ഹോട്ട്, പി, ക്യൂ, ക്യൂ, ആർ, ആർ, ആർ റകാരം അവിടെ അവസാനം ഉച്ചരിക്കാറില്ല, ആർ. എസ്, ടി, യു, വി, ഡബ്ല്യു, ഡബ്ല്യു അല്ല, ഡബ്ല്യു, ഡബ്ല്യു, എക്സ്, വൈ, വൈ, സെഡ്. ഈ സെഡ് അല്ല, സെഡ്, സെഡ്, സെഡ്. ഈ അക്ഷരം അമേരിക്കൻ ഇംഗ്ലീഷിൽ സി എന്നാണ് പറയുന്നത്, ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ സെഡ്, സെഡ്. ഇവിടെ സെഡ് എന്നല്ല, സെഡ്, സെഡ്. അപ്പോൾ ഇത്രയും 26 അക്ഷരങ്ങൾ നന്നായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ഈ അക്ഷരങ്ങൾ ചേർന്നാണ് വാക്കുകൾ ഉണ്ടാകുന്നത്, വേർഡ്സ്. അപ്പോൾ വേർഡ് ഒരു വാക്ക് എന്ന അക്ഷരങ്ങൾ നമ്മൾ പറഞ്ഞു. ഈ അക്ഷരങ്ങളെ ഒരുമിച്ച് ആൽഫബറ്റ് എന്നാണ് പറയുന്നത്. ആൽഫബറ്റ്, വർണ്ണമാല, അക്ഷരങ്ങളുടെ കൂട്ടം, വർണ്ണമാല. ഇനി അക്ഷരങ്ങളുടെ കൂട്ടത്തെയാണ് നമ്മൾ വേർഡ് എന്ന് പറയുന്നത്, വാക്ക്, വേർഡ്. A word is a group of letters which make complete sense. അതായത് പൂർണ്ണമായിട്ട് അർത്ഥം തരുന്ന അക്ഷരങ്ങളുടെ കൂട്ടത്തെയാണ് വാക്ക് എന്ന് പറയുന്നത്. 2 അക്ഷരം ചേരുമ്പോൾ ഒരു വാക്ക് എന്ന് പറഞ്ഞാൽ എച്ച് കെ എന്ന് പറഞ്ഞാൽ ഒരു വാക്ക് ഉണ്ടാവുകയില്ല. കാര്യം എച്ച് കെ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു വാക്കില്ല. പക്ഷേ ഐ എസ്, ഇസ് എന്ന് പറയുമ്പോൾ അതിനൊരു അർത്ഥമുണ്ട്, ഇസ് ആകുന്നു. അതുകൊണ്ട് ഇസ് എന്ന് പറയുന്നത് ഒരു വാക്കാണ്. അപ്പോൾ അക്ഷരങ്ങൾ ചേരുമ്പോൾ അർത്ഥസമ്പുഷ്ടമായ ഒരു വാക്ക് ഉണ്ടാകുന്നുവെങ്കിൽ അതിനെയാണ് വേർഡ് എന്ന് പറയുന്നത്. അർത്ഥമില്ലാത്തതൊന്നും വാക്കല്ല. ഒരക്ഷരമുള്ള വാക്കുണ്ട് ഐ, ഓ. ഇനി 2 അക്ഷരമുള്ള വാക്കുണ്ട് ഇസ്, മീ, ഹി, മൈ, അറ്റ്, ഓൺ, ആൻഡ്. ഇങ്ങനെ ധാരാളം വാക്കുകളുണ്ട്. ഇനി 2 കൂടുതൽ അക്ഷരങ്ങൾ, 3 അക്ഷരങ്ങളുള്ള കുറേയധികം വാക്കുകളുണ്ട്. ഹിസ്,
ഹർ, അവർ, 4 അക്ഷര വാക്കുകളോ അതിൽ കൂടുതലുള്ള അക്ഷരങ്ങളുണ്ട്. ടേബിൾ, ചെയർ, ഓറഞ്ച്, ആപ്പിൾ എക്സെട്ര. അതിനെക്കുറിച്ചെല്ലാം നമുക്ക് വിശദമായിട്ട് പിന്നീട് പഠിക്കാം. അപ്പോൾ ഈ അക്ഷരങ്ങൾ ചേർന്നുണ്ടാകുന്ന വാക്കുകൾ ധാരാളമുണ്ട്, ലക്ഷക്കണക്കിനുണ്ട് ഇംഗ്ലീഷ് ഭാഷയിൽ. അപ്പോൾ ഇവയെ ചില വിഭാഗങ്ങളായിട്ട്, ചില ഗ്രൂപ്പുകളായിട്ട് നമുക്ക് വർഗീകരിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ പ്രധാനമായിട്ടും 8 വിഭാഗങ്ങളിലായിട്ടാണ് ഇവയെ വർഗീകരിച്ചിരിക്കുന്നത്. വ്യാകരണകർത്താക്കൾ അവയെ പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറയും. ശബ്ദ വിഭാഗം, ശബ്ദങ്ങളുടെ, അതായത് വാക്കുകളുടെ വിഭാഗങ്ങൾ. ശബ്ദം എന്ന് പറഞ്ഞാൽ വാക്കെന്നർത്ഥമുണ്ട്. പാർട്സ് ഓഫ് സ്പീച്ച്. അപ്പോൾ ഈ 8 പാർട്സ് ഓഫ് സ്പീച്ച് ഏതൊക്കെയാണെന്ന് നമുക്ക് ആദ്യം നോക്കാം. എന്നിട്ട് ഓരോന്നിനെ കുറിച്ചും വിശദമായിട്ട് തുടർന്നുള്ള വീഡിയോസിൽ നമ്മൾ പഠിക്കും. ആദ്യം ഈ 8 പാർട്സ് ഓഫ് സ്പീച്ച് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തത് നൗൺ ആണ്. നൗൺ എന്ന് പറഞ്ഞാൽ പേര്, എന്തിൻ്റെയെങ്കിലും പേരായ ശബ്ദം. നൗൺ ഈസ് ദ നെയിം ഓഫ് എനിത്തിങ്. എന്തിൻ്റെയെങ്കിലും പേര്. എ പേഴ്സൺ, എ പ്ലേസ്, ആൻ ഓബ്ജക്റ്റ്, എ സ്റ്റേറ്റ്. അതായത് ആളിൻ്റെ പേരാകാം, സ്ഥലത്തിൻ്റെ പേരാകാം, ഒരു വസ്തുവിൻ്റെ, ഒരു സാധനത്തിൻ്റെ പേരാകാം, ഒരു അവസ്ഥ. നമുക്ക് തൊട്ടൊന്നും നോക്കാൻ പറ്റാത്തതിന് ഒരു അവസ്ഥയാകാം. ഒരു ഉദാഹരണം പറഞ്ഞാൽ ഹെൽത്ത്, ആരോഗ്യം. ആരോഗ്യം എന്ന് പറഞ്ഞാൽ ഒരു അവസ്ഥയാണ്. ഹാപ്പിനെസ്, അതൊരു അവസ്ഥയാണ്. ഇതെല്ലാം തന്നെ നൗൺസ് ആണ്. അപ്പോൾ ഇങ്ങനെ എന്തിൻ്റെയെങ്കിലും പേര്, ആളിൻ്റെ പേര്, ഇപ്പോൾ വിനോദ്, മോഹൻ, അരുൺ, ഷീല, മിനി, ഇതെല്ലാം ആളിൻ്റെ പേരാണ്. ഇതുപോലെ സ്ഥലങ്ങളുടെ പേര്, തിരുവനന്തപുരം, കേരള, പത്തനംതിട്ട, ഇങ്ങനെയുള്ള സ്ഥലങ്ങളുടെയോ രാജ്യങ്ങളുടെയൊക്കെ പേരെല്ലാം നൗൺ ആയിട്ട് തന്നെ വരുന്നത്. അത് കഴിഞ്ഞിട്ട് ഓബ്ജക്ട്സ്, സാധനങ്ങൾ, നമുക്ക് ചുറ്റും കാണുന്ന എല്ലാ സാധനങ്ങളും, ടേബിൾ, ചെയർ, പെൻ, ബുക്ക്, പേപ്പർ എക്സെട്ര എക്സെട്ര, ഇതെല്ലാം തന്നെ നൗൺസ് എന്ന വിഭാഗത്തിൽപ്പെടുന്നതാണ്, നാമങ്ങളാണ്. രണ്ടാമതൊരു വിഭാഗം, അതായത് പാർട്സ് ഓഫ് സ്പീച്ചിൽ രണ്ടാമത് വരുന്നത് പ്രോനൗൺസ് ആണ്. പ്രോനൗൺസ്. പ്രോനൗൺ എന്ന് പറഞ്ഞാൽ സർവനാമങ്ങൾ. സർവനാമങ്ങൾ, അതായത് ഈ നാമങ്ങൾക്ക് പകരം ഉപയോഗിക്കുന്ന വാക്കിനെയാണ് സർവനാമം എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ ഷീല എന്ന് പറയുന്നതിന് പകരം, ഷീല ഒരു പെൺകുട്ടിയാണെന്നിരിക്കട്ടെ, അതിന് പകരം ഷീ എന്ന് പറഞ്ഞാൽ മതി. അവൾ, ഷീല, ഷീ, അവൾ. അപ്പോൾ ഷീല എന്ന് പറഞ്ഞാൽ നൗണിന് പകരം ഉപയോഗിക്കുന്ന വാക്കിനെയാണ് പ്രോനൗൺ എന്ന് പറയുന്നത്, സർവനാമം എന്ന് പറയുന്നത്. ബാബു എന്ന് പറയുന്നതിന് പകരം ഹി എന്ന് പറയും. ഹി, അവൻ, അവൻ. ഓ ഹി, ഷീ, ഇറ്റ്, ഇങ്ങനെ പറഞ്ഞു. ഇപ്പോൾ ഞാൻ എൻ്റെ പേര് പറയുന്നത്, ഞാനിപ്പോൾ എൻ്റെ പേര് സത്യദാസ് എന്ന് പറയുന്നതിന് പകരം ഐ എന്ന് പറയും. സത്യദാസ് ഓഫീസിൽ പോകുന്നു എന്ന് പറയുന്നതിന് പകരം ഐ ആം ഗോയിങ് ടു ഓഫീസ് എന്ന് പറയും. സത്യദാസ് മാർക്കറ്റിൽ പോകുന്നു എന്ന് ഞാൻ പറയുന്നതിന് പകരം ഐ ആം ഗോയിങ് ടു മാർക്കറ്റ് എന്ന് പറയും. അപ്പോൾ അവിടെ സത്യദാസ് എന്ന എൻ്റെ പേരിന് പകരം ഞാൻ ഉപയോഗിക്കുന്ന വാക്കാണ് ഐ. അപ്പോൾ ഇതേപോലെ വരുന്ന അതിൽ തന്നെ പല വിഭാഗങ്ങളുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ പിന്നീട് വ്യക്തമായിട്ട് പഠിക്കും. എന്നാലും പേഴ്സണൽ പ്രോനൗൺസ് എന്ന് പറഞ്ഞ് ഏറ്റവും കോമൺ ആയിട്ടുള്ള പ്രോനൗൺസ് ഏതൊക്കെയെന്ന് നമുക്ക് പെട്ടെന്ന് നോക്കാം. ഐ, ഞാൻ. വി, നമ്മൾ. യു, നിങ്ങൾ. ഹി, അവൻ. ഷീ, അവൾ. ഇറ്റ്, അത്. ദേ, അവർ. ഇതൊക്കെയാണ് പേഴ്സണൽ പ്രോനൗൺസ് എന്ന് പറയുന്നത്. വേറെയും പല പ്രോനൗൺസ് ഉണ്ട്, അതിനെക്കുറിച്ച് പിന്നാലെ നമുക്ക് പഠിക്കാം. അപ്പോൾ പാർട്സ് ഓഫ് സ്പീച്ചിൽ 2 കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. നൗൺ, നാമങ്ങൾ. പ്രോനൗൺ, സർവനാമങ്ങൾ, നൗണിന് പകരം ഉപയോഗിക്കുന്ന. ഇനി മൂന്നാമത് വരുന്നത് വേർബ്സ് ആണ്. വേർബ്. വേർബ് എന്ന് പറഞ്ഞാൽ ക്രിയ, എന്തെങ്കിലും പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന ഒരു വാക്കാണ് ക്രിയ, പ്രവൃത്തി. ഇപ്പോൾ തിന്നുക, ഈറ്റ്. കളിക്കുക, പ്ലേ. എഴുതുക, റൈറ്റ്. പാടുക, സിംഗ്. കുടിക്കുക, ഡ്രിങ്ക്. ഉറങ്ങുക, സ്ലീപ്പ്. ഇത്തരത്തിലുള്ള വാക്കുകൾ, എന്തെങ്കിലും പ്രവൃത്തി, ആക്ടിവിറ്റീസ്, അതിൻ്റെ പേരാണ് വേർബ് അല്ലെങ്കിൽ ക്രിയ. അപ്പോൾ 3 കാര്യങ്ങളായി. നൗൺ, നാമങ്ങൾ, പ്രോനൗൺ, നാമത്തിന് പകരം ഉപയോഗിക്കുന്ന സർവനാമം, വേർബ്, പ്രവൃത്തി, ക്രിയ. അടുത്ത് വരുന്നത് അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞ ഒരു വിഭാഗമാണ്. 4ാമത്തെ വിഭാഗം. പാർട്സ് ഓഫ് സ്പീച്ചിൽ 4ാമത്തത് അഡ്ജക്റ്റീവ്. അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ നൗണിനും പ്രോനൗണിനും ശേഷം നമ്മൾ യഥാർത്ഥത്തിൽ പഠിക്കേണ്ട വാക്കാണ് അഡ്ജക്റ്റീവ്. അതായത് ഒരു നൗണിനെയോ അല്ലെങ്കിൽ ഒരു പ്രോനൗണിനെയോ വിശേഷിപ്പിക്കുന്ന വാക്കിനെയാണ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. വിശേഷിപ്പിക്കുന്ന വാക്ക്. അതായത് an adjective is a word that describes a noun or a pronoun. ഒരു നാമത്തെയോ സർവനാമത്തെയോ വിശേഷിപ്പിക്കുന്ന, വിവരിക്കുന്ന വാക്കാണ്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, രാമ ഈസ് എ ടോൾ ബോയ്.
രാമൻ ഉയരം കൂടിയ ഒരു കുട്ടിയാണ്. അപ്പോൾ ടോൾ ബോയ്, ഇവിടെ ബോയ് എന്ന് പറയുന്നത് നൗണാണ്. ആ നൗണിനെ വിശേഷിപ്പിക്കുന്ന വാക്ക് നാമവിശേഷണം. അഡ്ജക്റ്റീവിന് മലയാളം നാമവിശേഷണം എന്നാണ്. നാമത്തെ വിശേഷിപ്പിക്കുന്ന മലയാളം വാക്കിൽ അത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകണം. അഡ്ജക്റ്റീവ് മീൻസ് നാമവിശേഷണം, നാമത്തെ വിശേഷിപ്പിക്കുന്നത്. ടോൾ ബോയ്, ഉയരം കൂടിയ ആൺകുട്ടി. ഫാറ്റ് മാൻ, തടിച്ച മനുഷ്യൻ. കവേർഡ് മാൻ, പേടിത്തൊണ്ടനായ, ഭീരുവായ. കവേർഡ് എന്ന് പറഞ്ഞാൽ പേടിത്തൊണ്ടന, ഭീരുവായ മനുഷ്യൻ. ബ്യൂട്ടിഫുൾ ബേർഡ്, ഭംഗിയുള്ള പക്ഷി. ഇവിടെ ബേർഡ് എന്ന് പറയുന്ന നൗണിനെ ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞ വാക്ക് വിശേഷിപ്പിക്കുന്നു. അതുകൊണ്ട് ബ്യൂട്ടിഫുള്ളിന് അഡ്ജക്റ്റീവ് എന്ന് പറയും. ഹോട്ട് കോഫി, ചൂടുള്ള കോഫി, ചൂടുള്ള കോഫി. അപ്പോൾ കോഫി എന്ന് പറയുന്ന ഒരു നൗണാണ്. അതിനെ വിശേഷിപ്പിക്കുന്ന വാക്ക് ഹോട്ട്. ആ ഹോട്ടിനെ അഡ്ജക്റ്റീവ് എന്ന് പറയും. അപ്പോൾ അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു നൗണിനെ വിശേഷിപ്പിക്കുന്ന വാക്ക്. പൊക്കം കൂടിയ, പൊക്കം കുറഞ്ഞ എന്നൊക്കെ പറയുന്നത്, നീളം കൂടിയ, ഭാരം കൂടിയ, തടിച്ച, മെലിഞ്ഞ, ഇങ്ങനെയുള്ള വാക്കുകളെല്ലാം. ഇനി അഞ്ചാമത് പാർട്സ് ഓഫ് സ്പീച്ചിൽ അഞ്ചാമത് വരുന്നത് ആഡ്വർബ് ആണ്. ആഡ്വർബ്. വേർബ് കഴിഞ്ഞിട്ട് ആഡ്വർബ് പഠിക്കേണ്ടതാണ്. വേർബ്, വേർബ് ക്രിയ. അഡ്ജക്റ്റീവ് നമ്മൾ പറഞ്ഞു നൗണിനെ വിശേഷിപ്പിക്കുന്നതാണ് അഡ്ജക്റ്റീവ്. എന്നാൽ ആഡ്വർബ് എന്ന് പറഞ്ഞത് ആ വാക്കിൽ തന്നെ ഉണ്ട് ക്രിയാവിശേഷണം, ക്രിയയെ വിശേഷിപ്പിക്കുന്നതാണ് ക്രിയാവിശേഷണം, അതായത് ആഡ്വർബ്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ മിനി സിങ്സ് ബ്യൂട്ടിഫുള്ളി. മിനി മനോഹരമായി പാടുന്നു. ഇവിടെ സിങ്സ് എന്ന് പറഞ്ഞാൽ പാടുന്നു, സിങ്സ് പാടുന്നു, അതൊരു ക്രിയയാണ്. പാടുന്നു എന്ന ക്രിയയെ വിശേഷിപ്പിക്കുകയാണ്. എങ്ങനെ പാടുന്നു? ബ്യൂട്ടിഫുള്ളി. അപ്പോൾ എങ്ങനെ എന്ന് ചോദിക്കുമ്പോൾ അർത്ഥം കിട്ടുന്ന എന്ന് വേണമെങ്കിൽ പറയാം, അതാണ് ആഡ്വർബ്. അതേസമയം എങ്ങനെയുള്ള എന്ന് ചോദിക്കുമ്പോൾ അർത്ഥം കിട്ടുന്നത് അഡ്ജക്റ്റീവാണ്. എങ്ങനെയുള്ള കുട്ടി, വൈസ് ബോയ്, ബുദ്ധിമാനായ കുട്ടി. എങ്ങനെയുള്ള കുട്ടി, ടോൾ ബോയ്, ഉയരം കൂടിയ കുട്ടി. എങ്ങനെയുള്ള അഡ്ജക്റ്റീവ്. ഇനി എങ്ങനെ, അതായത് ക്രിയയെ എങ്ങനെ എന്ന് ചോദിക്കുമ്പോഴാണ്, ഒരു പ്രവൃത്തി എങ്ങനെയാണ് നടക്കുന്നത് എന്ന് ചോദിക്കുന്നതിനെയാണ് ആഡ്വർബ് എന്ന് പറയുന്നത്. മിനി സിങ്സ് ബ്യൂട്ടിഫുള്ളി. ഹി റൺസ് ഫാസ്റ്റ്. അവൻ വേഗത്തിൽ ഓടുന്നു. ഹി റൺസ്, അവൻ ഓടുന്നു. പക്ഷെ ആ റൺസിന് എങ്ങനെ ഓടുന്നു? ഫാസ്റ്റ്, വേഗത്തിൽ ഓടുന്നു. അപ്പോൾ ഇവിടെ ഫാസ്റ്റ് എന്ന് പറഞ്ഞത് ഒരു ആഡ്വർബാണ്. The child is crying loudly. ആ കുട്ടി ഉച്ചത്തിൽ കരയുന്നു. Crying, the baby is crying. ആ കുട്ടി കരയുന്നു. ഓക്കെ, ഓഫ് കോഴ്സ് ക്രൈയിങ് ക്രിയയാണ്. ഈ ക്രിയ എങ്ങനെ കരയുന്നു? ലൗഡ്ലി, ലൗഡ്ലി, ഉച്ചത്തിൽ കരയുന്നു എന്ന് പറയാനാണ് ആഡ്വർബ് ഉപയോഗിക്കുന്നത്, ക്രിയാവിശേഷണം ഉപയോഗിക്കുന്നത്. കരയുന്നതിനെ വിശേഷിപ്പിക്കുന്നു ലൗഡ്ലി. അപ്പോൾ ആഡ്വർബ് നമ്മൾ ഏതൊക്കെ പഠിച്ചു? നൗൺ പഠിച്ചു, പ്രോനൗൺ പഠിച്ചു, വേർബ് പഠിച്ചു, ആഡ്ജക്റ്റീവ് പഠിച്ചു, ആഡ്വർബ് പഠിച്ചു. 5 എണ്ണം പഠിച്ചു. ഇനി ആറാമത്തത് പ്രിപ്പോസിഷൻ. പ്രിപ്പോസിഷൻ എന്ന് പറയും, ഗതി എന്ന് മലയാളത്തിൽ പറയും. പ്രിപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും രണ്ട് നാമങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന, അവരുടെ സ്ഥാനം നിർണ്ണയിക്കുന്ന, റിലേറ്റ് ചെയ്യുന്ന വാക്കാണ്. പ്രിപ്പോസിഷൻ ടെൽസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു തിങ്സ്. രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ബന്ധം പറയുന്നുണ്ട്. ഒരു എക്സാമ്പിൾ പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലാകും. The cat is lying on the table. പൂച്ച മേശയുടെ മുകളിൽ കിടക്കുന്നു. അപ്പോൾ ഇവിടെ 2 നൗൺസ് ഉണ്ട്. ആരൊക്കെയാണെന്നറിയാമോ? പൂച്ച ഒരു നൗൺ, ടേബിൾ ഒരു നൗൺ. പൂച്ചയും ടേബിളും തമ്മിലുള്ള ബന്ധം എന്താണ്? മേശയുടെ മുകളിൽ പൂച്ച കിടക്കുന്നു. അപ്പോൾ ആ ബന്ധം, അതിനാണ് ഓൺ ദ ടേബിൾ. ഇവിടെ ഓൺ എന്ന് പറഞ്ഞ വാക്കാണ് പ്രിപ്പോസിഷൻ. പൂച്ച മേശയുടെ മുകളിൽ, ഓൺ ദ ടേബിൾ. അതേസമയം ഓൺ മാറി ഞാൻ അണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അണ്ടർ എന്ന് പറഞ്ഞാൽ അടിയിലാണ്, അത് വേറൊരു പ്രിപ്പോസിഷനാണ്. അപ്പോൾ സ്ഥാനം മാറി. ദ കാറ്റ് ഈസ് ലൈയിങ് അണ്ടർ ദ ടേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേശയുടെ ചുവട്ടിൽ, അടിയിൽ കിടന്നുറങ്ങുന്നു. മനസ്സിലായല്ലോ? അപ്പോൾ പ്രിപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ ബന്ധം, എവിടെ, എന്ത് തമ്മിലുള്ള ബന്ധമാണ് സൂചിപ്പിക്കുക. അപ്പോൾ ഇവിടെ മേശയുടെ മുകളിലാണോ അടിയിലാണോ എന്ന് പറയാൻ പ്രിപ്പോസിഷൻ മാറുമ്പോഴേക്ക് ആ മാറ്റം വ്യക്തമാക്കാൻ പറ്റും. ഓൺ ദ ടേബിൾ മേശയുടെ മുകളിൽ, അണ്ടർ ദ ടേബിൾ. ഇതുപോലെ അറ്റ്, ഓൺ, ഇൻ, ഇൻടു, അണ്ടർ, എബവ്, എബൌട്ട്, ഇങ്ങനെ ധാരാളം പ്രിപ്പോസിഷൻസ് ഉണ്ട്. പ്രിപ്പോസിഷൻസ് വളരെ പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ്. അതിനെക്കുറിച്ച് വളരെ ഭംഗിയായിട്ട് തുടർന്നുള്ള വീഡിയോസിൽ നമ്മൾ പഠിക്കും. അപ്പോൾ തൽക്കാലം പ്രിപ്പോസിഷൻ എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ പറഞ്ഞു വന്നേ ഉള്ളൂ.
ഇനി അടുത്തത് കൺജങ്ഷൻ. ഏഴാമത്തത് കൺജങ്ഷൻ ആണ്. കൺജങ്ഷൻ ഘടകം എന്ന് പറയും. ഘടകം എന്ന് പറഞ്ഞാൽ യോജിപ്പിക്കുന്നത്. കൺജങ്ഷൻ രണ്ട് വാക്കുകളെയോ വാക്യങ്ങളെയോ യോജിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാക്കിനെയാണ് കൺജങ്ഷൻ എന്ന് പറയുന്നത്. ആൻഡ്, ബട്ട്, ബിക്കോസ്, സോ. മിനി ആൻഡ് ഷീല, മിനിയും ഷീലയും വെൻ ടു സ്കൂൾ, സ്കൂളിൽ പോയി. മിനി ആൻഡ് ഷീല വെൻ ടു സ്കൂൾ. മിനിയെയും ഷീലയെയും യോജിപ്പിക്കുന്ന ഒരു വാക്കാണ് ആൻഡ്. ഇതുപോലെ ധാരാളം. സോ, അതുകൊണ്ട്, ബിക്കോസ്, എന്തുകൊണ്ടെന്നാൽ, ഇങ്ങനെ പറഞ്ഞ ധാരാളം കൺജങ്ഷൻസ് ഉണ്ട്. അതിനെ നമുക്ക് പിന്നീടുള്ള വീഡിയോയിൽ പഠിക്കാം. ഇപ്പോൾ അത് മനസ്സിലാക്കുന്നത് കൺജങ്ഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് വാക്കുകളെ അല്ലെങ്കിൽ വാക്യങ്ങളെ യോജിപ്പിക്കുന്ന വാക്ക്. ഇനി പാർട്സ് ഓഫ് സ്പീച്ചിൽ എട്ടാമത് വരുന്നത് ഇന്റർജക്ഷൻ. ഇന്റർജക്ഷൻ വ്യാക്ഷേപകം. അതായത് നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒരു എക്സൈറ്റ്മെന്റിലൂടെ നമ്മൾ പുറപ്പെടുവിക്കുന്ന വാക്കുകളെയാണ്. അത് എണ്ണത്തിൽ വളരെ കുറവാണ്. ഹായ്, ഓ, ഓ, ഇങ്ങനെ ഉള്ള മലയാളം വാക്കുകളും അലാസ്, അലാസ്, ഹി ഈസ് ഡെഡ്, അവൻ മരിച്ചു, ഓ കഷ്ടം, അവൻ മരിച്ചുപോയി. ആ കഷ്ടം എന്ന് പറഞ്ഞ വാക്ക് ഇതിൽ വരുന്നതാണ്. അലാസ്, കഷ്ടം. ഹുറാ, സന്തോഷം. ഹായ്, ഹുറ എന്ന് പറഞ്ഞാൽ വിജയം ആഘോഷിക്കാൻ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഹുറ. ഇതുപോലെയുള്ള വാക്കുകളെയാണ് ഇന്റർജക്ഷൻസ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാകുന്ന വികാരങ്ങൾ, സങ്കടം വരുമ്പോൾ നമ്മൾ പുറപ്പെടുവിക്കുന്ന അയ്യോ, കഷ്ടം, ഇങ്ങനെയുള്ള വാക്കുകൾ. ഇനി സന്തോഷം വരുമ്പോൾ ഹായ്. ഇങ്ങനെ ദുഃഖം വരുമ്പോഴോ സന്തോഷം വരുമ്പോഴോ നമ്മൾ പുറപ്പെടുവിക്കുന്ന, അതുപോലെ ആശ്ചര്യം വരുമ്പോൾ, പേടിക്കുമ്പോൾ ഓ, അയ്യോ, ഇങ്ങനെയൊക്കെ പറയുന്ന വാക്കുകളെയാണ് ഇന്റർജക്ഷൻസ് എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ അക്ഷരങ്ങൾ പഠിച്ചു, പിന്നെ 8 പാർട്സ് ഓഫ് സ്പീച്ച് പഠിച്ചു. ഇത്രയും ഭംഗിയായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത വീഡിയോയിൽ നൗണിനെ കുറിച്ച് വിശദമായിട്ട് പഠിക്കാം. ലെങ്തി വീഡിയോ ആയിരിക്കും, കാരണം നൗണിനെ കുറിച്ച് പറയുമ്പോൾ ധാരാളം കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് മാത്രം ഇരിക്കട്ടെ. ഇനി തുടർന്നുള്ള വീഡിയോസ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള, വളരെ ആധികാരികമായിട്ടുള്ള, വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും. അപ്പോൾ അക്ഷരങ്ങളും പാർട്സ് ഓഫ് സ്പീച്ചും ഭംഗിയായിട്ട് പഠിക്കുക. അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലെ ഇംഗ്ലീഷ് ഗ്രാമർ ഭംഗിയായിട്ട് പഠിക്കാൻ താല്പര്യമുള്ളവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. തുടർന്ന് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ആർക്കെങ്കിലും എൻ്റെ ഈ ഗ്രാമർ ക്ലാസ്സുകൾ പ്രയോജനപ്പെടും എന്ന് നിങ്ങൾക്ക് തോന്നുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് നിങ്ങൾക്ക് ഇത് അയച്ചു കൊടുക്കാം. അവരോടും സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. ഈ വീഡിയോയ്ക്ക് ശേഷം അടുത്ത ഇംഗ്ലീഷ് ഗ്രാമറിനോടൊപ്പം മലയാളം വ്യാകരണവും ഹിന്ദി വ്യാകരണവും പ്രത്യേകിച്ച് ഞാൻ വീഡിയോ ചെയ്യുന്നതാണ്. അതും നിങ്ങൾക്ക് പ്രയോജനമുണ്ടാകും. അതുകൊണ്ട് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെൽ ബട്ടൺ കൂടെ അമർത്തിയാൽ നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും അതാത് സമയത്ത് കിട്ടും. അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. നിങ്ങൾക്ക് ഒരു വീഡിയോ പോലും മിസ്സാകാതെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നന്ദി, നമസ്കാരം.